നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. കുറേ ആനയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഇനി അടുത്ത ആനയെ കാണാൻ ഇനി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആന ഞാൻ ആ സൈഡേ കറട്ടെ, ഇനി അതുകൊണ്ട് എനിക്ക് ലാഭം ഉണ്ടാവില്ല. എന്നാലും പോയി എന്തുക ഓരോ സ്പോട്ടിൽ ഓരോരുത്തർ എഴുതിക്കണം. ഉള്ള പരങ്ങുണ്ട്, ശ്രദ്ധിച്ചോ. യോ നീച്ചൊക്കെ നോക്കിയാ. ഹലോ അവരിയോ യോ ഡാർ മാൻ്റെ മാനാണത്. ആ മാനന്നെ സാരില്ല, ഞാൻ കയ്യിൽ നിന്നിട്ട് എടുത്തിട്ട് എൻ്റെ വോയിസ് കിട്ടൂല. ഇട്ട ഞാൻ സെറ്റാക്കി തരാം. നമ്മളെ വീണ്ടും മാനിൻ്റെ കൂട്ടങ്ങളെ കണ്ടിക്ക കേട്ടോ. എത്ര മാനുണ്ടോ. ആ ചെക്കൻ ഫോട്ടോ ഒക്കെ വേണ്ടി കയറിക്കാണ്. മിക്കവാറും അവനെ പൊക്കാൻ ചാൻസ് ഉണ്ട്. എടാ ഇപ്പൊ പോയ അവിടെ ആനുണ്ട്, 4 ആനുണ്ട്. ഇപ്പൊ വിട്ടോളി. ആ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല സ്പോട്ടാണ്. വേഗം വിട്ടോളേ, അടിപൊളി സ്പോട്ടാ. 2 കൊമ്പനാ. ഇപ്പൊ നിങ്ങള് മാനിനെ കണ്ടു പറഞ്ഞിട്ട് നോക്കണ്ട. അവിടെ എത്തുമ്പോ നിങ്ങൾ കയ്യിൽ മരുന്ന് കാണാം. റോട്ടിക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങിയ ഞങ്ങളെ കഥ റെഡിയാ. നമ്മുടെ കൊരങ്ങന്മാരിങ്ങനെ കാണട്ടോ. ഓരിങ്ങനെ ശ്രദ്ധിച്ച് അതോ കുറേ കൊരങ്ങന്മാരുണ്ട് അവിടെ. ഇവരിങ്ങനെ റോഡിന്റെ സെന്ററിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടി വരുമ്പോഴും മാറൂല അല്ലേ. വല്ലാത്ത ജാതിയാണ് തന്നെ. ഇപ്പൊ ആന എന്നെ പുലിയാണോ കടുവേണാവോ? എന്താണാവോ? എന്താ പരിപാടി മനസ്സിലായില്ല. എന്തേ ജന്തുക്കളുണ്ട് ആ ബസ്സിൽ. വണ്ടി നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ വണ്ടി കട്ടിയാണ് ഇവിടെ എന്തോ പ്രോബ്ലം. വണ്ടി കിട്ടിയതാ. ജന്തുക്കളൊന്നും ഈ സമയത്ത് ആരെങ്കിലൊക്കെ ഇറങ്ങിയെന്നാ പെട്ടുന്നോല്. ചുരുക്കി പറഞ്ഞാലേ നമ്മളിപ്പോ ബ്ലോക്കായി. ഇപ്പൊ അവിടെ കടുവ പുലിയൊക്കെ വന്നാണെങ്കിൽ ഓനക്ക് നല്ല സുഖക്കാരല്ലേ. ഇഷ്ടമല്ല ഓനെ തെരഞ്ഞെടുത്തോണ്ട് കിടക്കുക. ഇപ്പൊ എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. പോലെ തുടങ്ങി എടുത്തോ. എന്തോ ഒരു ആക്സിഡന്റോ എന്തോ ആണ്. കുടുങ്ങിയേക്ക വേറെ ഏതോ ഒരു വണ്ടി ഉണ്ടെന്നാ. ജിമ്നി അല്ല. അതിന്റെ എന്തോ എടുത്തോ. എന്തോ പ്രശ്നമായതാ. സ്റ്റാർട്ടിങ് അതിപ്പോ ഇത്രയും നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പെൺമയിലാണ്. ആ കാട്ടിലൊരു വീടുണ്ടോ? അതൊരു വീടല്ലേ, കൊറേ വീടുണ്ട്. നമ്മളെ ആനനെ കാണാൻ കൊതിച്ച് വരികയാണ്. ഇപ്പൊ നോക്കണോടത്തൊക്കെ ആനേനെ. 1 2 3 അത് കൊറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ കാടിന്റെ ഉള്ളിലൊക്കെ കിട്ടൂല. ശരിയല്ലേ, ശരിക്കും കളിമണ്ണാണ്. എന്താണ് ഇപ്പൊ ആനനെ കണ്ട് മടുത്ത്. നിർത്താറാണാവോ ചെങ്ങായി? ഇങ്ങനൊക്കെ പേടിച്ചാണെങ്കിൽ വെറുതെ അതിൽ ഒറ്റക്കെ ഉള്ളൂ.
മാന് കണ്ട മാതിരി മാനുകളാണ് ഒരുപാട് ഉണ്ടാവുക. ഇപ്പൊ മാനൊന്നും ഇല്ല തീരെ. മാന്റെ പകരൊക്കെ ആനേനെ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്ക, ഇവിടെ മഴ പെയ്താല് ആനെ കാണാം. അല്ലെങ്കിൽ നമുക്ക് ആന പോയിട്ടൊരു സാധനത്തിനും കാണാൻ പറ്റൂല. പക്ഷെ എനിക്കാണ് ഭാഗ്യമില്ല. അക്കിന് ഇതുവരെ കാണുന്ന ആനക്ക് എൻ്റെ സൈഡില്ല. എനിക്ക് അവിടെ പോലെയൊക്കെ എനിക്ക് ഇങ്ങോട്ട് നോക്കട്ടെ. നല്ല തണുത്ത കാറ്റ്. അത് വല്ല മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് വന്നാൽ അതിന്. അപ്പോൾ ഗൈസ് നമ്മള് ഇവിടെ എന്താ ചെക്കിങ്ങാ? യെസ് ഗൈസ് ചെക്കിങ്. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ് നമ്മള് എന്താ പറയുക, നാടുകാണി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 6 മണിയായി. അപ്പോൾ ഇരുട്ടി, നേരാകെ ഇരുട്ടി. മാത്രമല്ല ചെറിയൊരു മഴൻ്റെ ഒരു കനവും കാണുന്നുണ്ട്. അപ്പോൾ ആകെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീടെടുക്കാൻ കഴിയുമെന്നറിയില്ല. കഴിയുണ്ടെങ്കിൽ വീടെടുക്കാം. നമ്മൾ ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂരിലെ ബസ് സ്റ്റാൻഡ് ആട്ടെ കാണുന്നത്. ഇതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. നല്ല വികസനത്തോടെ വന്നുകൊണ്ടിരിക്കുന്നു. വികസനം ഇനിയും വരാണ്ട് എന്നൊക്കെ പറയുന്നത് അറിയില്ലേ. എന്താ ഇനി വേറെ കിട്ടാൻ സംഭവം ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. ഞങ്ങളുടെ നല്ല രസം ഉണ്ടാവില്ലേ. ഇതാണ് ടിക്ടോക്ക് നമ്മളെ മഞ്ചേരി. റോഡും ആകെ അലങ്കോലാണ്, മുടിഞ്ഞ ബ്ലോക്കും. നമ്മളെ മഞ്ചേരിത്തെ അത്ര ബ്ലോക്ക് ഇല്ല ഇവിടെ ഒന്നും. അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. എല്ലാം കുത്തി കയറ്റി പോകുന്ന ആൾക്കാരുണ്ടോ? നല്ല ചെയ്തിക്കാരും പോകില്ല, ഒക്കെ കുത്തി കയറ്റി കൊണ്ടോ. റോഡാണെങ്കിൽ അതിലും വലിയ രസം. അപ്പോൾ ഇതാണ് ഗൂഡല്ലൂർ അങ്ങാടി. ഇവിടെ നമ്മളെ സിഗ്നലിൻ്റെ ഒക്കെ ചൊറുക്കുണ്ട്. നിങ്ങൾ ലൈറ്റ് കൊണ്ട് കുളിപ്പിച്ചേക്കണേ. തേയിലത്തോട്ടങ്ങളാണ് ഇങ്ങനെ മുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ മൊത്തം തേയിലാണ്. എന്താ അല്ലേ ഇവിടെ ആകൂലി ബ്ലോക്കൊക്കെ ഇട്ട് എന്താ ചെയ്യാം. നിക്ക് അടിച്ചു കയറി അതിനിപ്പോൾ പണിയിട്ടീനി. നല്ല കോടയും അതോടൊപ്പം തേയിലത്തോട്ടങ്ങളും. യാത്ര തന്നെ മുതലായിരുന്നു. ഒന്നും കാടില്ല എന്ന് പ്രതീക്ഷിച്ച് പോയി. മുത്തങ്ങ ഫോറസ്റ്റ് നമ്മളെ ചതിച്ചു. അതേമാതിരി ബന്ദിപ്പൂരത്ത് പോയി നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സുകൾ തന്നു. ഓ അടിപൊളി. അങ്ങനെ ഈ കോടമഞ്ഞിലൂടെ നമ്മളെ നാട് കാണിച്ചവരിങ്ങനെ ഇറങ്ങി വരികയാണ്. മുന്നിൽ കുറേ വണ്ടികളുണ്ട്, 2-3 ലോറിയും ഒക്കെ ഉണ്ട്. എൻ്റെ ഇടയിൽ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതുമുണ്ട്. എല്ലാം കൂടെ തന്നെ റോഡാണെങ്കിൽ പിന്നെ നോക്കും വേണ്ട. ദൈവം പറഞ്ഞ നാട് കാണിച്ചവരത്തിൻ്റെ റോഡാണ്. റോഡ് കയറണേ വെറുതെ അല്ല. അങ്ങനെ കേരള റോഡെങ്കിൽ അതിലേറെ ഉഷാറാക്കും. ആണ് ചെയ്ത് വെച്ചാൽ എൻ്റെ തെറ്റി. അപ്പോൾ ഇനി ഇവിടെ ആരും കാണാൻ ചാൻസ് ഇല്ല. നമ്മളെ ഇപ്പോൾ എന്താ പറയുക, രാത്രി ഏകദേശം ഒരു 9 മണി ആവാറായി.
9 മണിക്ക് കഴിക്കണില്ലേ? ഇവിടെ നാട് കാണിച്ചരത്തിൽ ഇങ്ങനെ ലോറി ബ്ലോക്ക് ആയിക്കാണ്ട് ഒരുപാട് ടൈം വേസ്റ്റായി നമുക്ക്. നമ്മളേ ഇത്രയും നേരം ബ്ലോക്കിൻ്റെ എന്താ പറയുക കാരണം നമ്മൾ കണ്ടുപിടിക്കണ്. ഇതാണ് സംഭവം. ഇത് തേച്ചിട്ട് വേണ്ട ആ കൂളാക്കണ്. വിട് വിട്. എന്ത് പുതിയ വണ്ടി കൊണ്ടല്ലേ? കുറച്ചേരം അയക്കണോട് നിർത്തിച്ചിട്ടേ. അപ്പൊ കാരണം എത്തിയിട്ടില്ല എന്നർത്ഥം. കുറച്ചുകൂടെ താഴത്ത് പോണം. നമ്മളേ താത്ത് അല്ല സംഭവം തീരുമാനമാവില്ല എന്നൊരു ഡൗട്ട്. ഏയ് കോട ഓടിയതാ. ഇതൊരു കുരുക്കുണ്ട്, ഒരു 1.5 കുരുക്ക്. ഇവരൊക്കെ ഇനി എപ്പോൾ വണ്ടി എടുത്ത് പോകാനാണോ അല്ലേ? ബസ്സിലൊക്കെ പെട്ട് കാണാം ആകെ. റോഡ് കഴിയേ പോരെ കൊത്തുമ്പോഴവിടെ വയറ്റിൽ പതുക്കെ. ഈ സമയത്ത് ആരുടെ കോൾ ചെയ്യണേ? ഇനി ഫസ്റ്റ് കിട്ടോ സംഭവേ. സംഭവം ബ്ലോക്ക്. ഇതിപ്പോ ഇനി സംഭവം നമ്മൾ നടന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇപ്പോഴും പോലീസുകാരെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് പറഞ്ഞാൽ അതിലേ മറ്റൊരുത്തോടെ നമ്മളിപ്പോൾ തിരിച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിലും വലിയ ലോക്കായിരുന്നല്ലേ? മറ്റൊരുത്തോടെ നമ്മളിപ്പോൾ തിരിച്ചു വയ്ക്കണമെങ്കിൽ താമരശ്ശേരി വഴി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിലും ലോക്കായിരുന്നു പറയാം. നമ്മളെ വെയിറ്റിംഗ് ചെയ്യാൻ പറ്റിയ എന്തോ ഇതാണ്. ഓലുണ്ടായി വണ്ടീനോട് കുത്തിറക്കണ അറിയപ്പോൾ. സംഭവം എന്താണെന്നാല് ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കയറുന്നുണ്ട്. എനിക്ക് തോന്നി അവിടെ വേറെ എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. വൈപ്പർ ഇടനോട് ഇതാണോ ലോറി അല്ലേ? വേമ്പടാ. ഓക്കെ ഓക്കെ. നിമിഷം ഇതാണ് പ്രശ്നല്ലേ? കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനൊരു പണി കിട്ടുന്നില്ല നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഏതായാലും കാട്ടാനെയും ഇതൊക്കെ ഇപ്പോൾ പേടിച്ച് വണ്ടി ഉണ്ടാവും. പിന്നെ അവിടെ ഇങ്ങനെ താൻ ഇറങ്ങി നിങ്ങൾ താഴത്തേക്കും കൂടി വന്നിട്ട് തിരുവാട മാറ്റി തരി വരേണ്ടി വരും. തിരിച്ചുപോയി ഉണ്ടാവും ഇപ്പൊ. ഏതായാലേ നമ്മൾ ഈ വൈക്ക് തന്നെ ഒരു ഓഹപ്പ കഴിഞ്ഞിട്ടേ ഉള്ളു. അങ്ങനെ നാട് കാണിച്ചൊരിങ്ങനെ ഇറങ്ങി വരികയാണ്. റോഡ് നല്ല അടിപൊളി റോഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളക്കാരൊക്കെ ഈ റോഡ് കണ്ട് പഠിച്ചണം. എന്നെ പറഞ്ഞത് കേരളക്കാരൊക്കെ ഈ റോഡ് കണ്ട് പഠിക്കണമെന്ന്.
ഏതായാലും നമ്മളവിടെ കുറേ നേരം നിന്നുകൊണ്ട് അടുത്ത പള്ളി കമ്മിറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. എടാ വണ്ടിനോടാ വണ്ടി വരില്ല. ഇതിപ്പോ അറിയാത്തവരെ ആരെങ്കിലും കുത്തി കയറൂടെ? അങ്ങനെ നാലാമത്തെ കുത്തി കഴിഞ്ഞാൽ പരിചയം. അങ്ങനെ തമിഴ്നാട്ടിൽ നമുക്ക് കുറച്ച് കമ്പനിക്കാരെ കിട്ടി. അടുത്ത തണുപ്പ് ഓവർ കൊണ്ടപ്പോഴേ നല്ല പണി കിട്ടും ചെയ്യുന്നുണ്ട്. കിച്ച് നല്ലോണം കിട്ടി. ഇനി ഒന്നും പറയണ്ട, വീട്ടിൽ പോവാ, നല്ല ഷെയറൊക്കെ ഉണ്ട്, കുരച്ച് കിടക്കുക, എന്നിട്ട് നാളെ ലീവ് എടുക്കുക. മുന്നിൽ ഇപ്പൊ ഉണ്ടല്ലോ, വല്യമ്മല്ല വല്യപ്പേന്. ഷെയ്ക്കൊന്നല്ലത്, അത് തന്നിട്ട് തരയിൽ മുണ്ടിട്ട് കയറി. എണ്ണ അത് നേരത്തെ പോയതാണ് പോലെ ഒരു വല്യപ്പേനത്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഞാൻ എല്ലാത്തിൻ്റെ കുടി കൊടുക്കേണ്ടി വരും, അല്ല ഇപ്പൊ രക്ഷയില്ല. ഇവന് ഇവിടെ കിടന്നുറങ്ങിയോ? അപ്പൊ വണ്ടി വരെ അറിഞ്ഞിട്ടില്ല ഉണ്ട്. എന്തായാലും വേണ്ടില്ല, രാവിലെ നീച്ചോളൂ. അതല്ലേ വണ്ടി കുത്തിക്കയറ്റി തുടങ്ങിട്ടോ. നമ്മളാ ഗ്യാപ്പ് കിട്ടി രക്ഷപ്പെട്ടുകൊണ്ട് ലാഭമായി. ഞാൻ എൻ്റെ ഒക്കെ മിക്കവാറും ബ്ലോക്ക് ആക്കും. അങ്ങനെ ഇടാനൊന്നും പറ്റില്ല. പോലീസുകാർക്ക് പണി നടത്താൻ പണി കുട്ടിക്കുള്ള അവസ്ഥ വെച്ചിട്ട് പോവാല്ല. ഇവിടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുണ്ടാവും ഓടിക്കണേ. അങ്ങനെയല്ലേ പോലീസ് നിയമപാലകർ. സാധനം എടുത്തിട്ടാണല്ലോ നമ്മളൊക്കെ സംഭവം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. പെരുന്നാളോ കണ്ട കാര്യം ചിലപ്പോ മാസം കണ്ടാലോ. പക്ഷെ ഇവിടെ പോസ്റ്റർ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അല്ല, ഇതുവരെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് മാത്രം നമ്മൾ ആനെ കണ്ടിട്ടുള്ളേ. നമ്മൾ ബന്ദിപ്പൂര ടൈഗർ സൂപ്പിൽ കയറിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതൊന്നും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആനോടെ പണിക്കെടുത്തിയതേ കാരം. പിന്നെ ഇജ് ഇവിടെ ഒന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അന്നാനെ ഇവിടെ നിന്ന് മുട്ടിക്കിട്ടുവാനുണ്ട്, പേടിപ്പിച്ച് നിർത്തിയത് കാരം. ഏതായാലും ചിലവിലൊക്കെ കൊടുത്ത പണി ഏതായാലും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ചിലവിൽ അതിന് വേണ്ടി നോക്കണമില്ല, കുറേ പോസ്റ്റർ ടിപ്പാരും കാണാനില്ലാണ്ടല്ലേ. ഏതായാലും ഇന്നത്തെ പോക്ക് എങ്ങനെയുണ്ട് വെച്ചാൽ അടിപൊളി സാധനം. കാര്യയിലൊക്കെ വെറുതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കോളി. പെട്ടെന്ന് എന്തേലൊക്കെ ഒന്ന് കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അവിടെ വലിയ ആന ഉണ്ട് എന്ന് അറിയുന്നത് കേട്ടോ. വലിയ ആന, ഒരു കൊമ്പുണ്ട്, ഒരു കൊമ്പൊന്നല്ല, 2 കൊമ്പുണ്ട്. ചിലപ്പോ അത് പുള്ളുവടക്കിയ കാര്യം, മുകൾക്കുള്ള റേഞ്ച് കാരാ പറയണേ. എന്തെങ്കിലും കൊണ്ട് നോക്കിയാല് ശരിക്കും തന്നെ നാട് മൊത്തം കണ്ടിട്ടോ. ഇപ്പോഴതിന് ഐഫോണിൽ ചാർജ് ഉണ്ടാവും വണ്ടീന്. ഏകദേശമൊക്കെ അവിടെ താഴെ എത്തി. ഏകദേശം നല്ല നമ്മൾ താഴെ എത്തില്ലേ. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ താഴെ എത്തി. അപ്പം ഇങ്ങനെ ഇനി നമുക്കൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ നാട്ടിൽ പോവാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം, അല്ല വീണ്ടും കാണാം, അങ്ങനെ പറയാം അല്ലേ? ഓക്കെ.